നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതയുള്ള മേഖലയാണോ? എവിടെയെല്ലാം വർക്ക് ചെയ്യാൻ സാധിക്കും? ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കണം? ഏത് സർട്ടിഫിക്കേഷനിൽ നിന്ന് പഠിക്കണം? ഇന്റേൺഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എത്രയാണ് ഫീസ് വരുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉയർന്നു വരുന്നത്. ഈ ഒരു സെക്ഷൻ അതിനു വേണ്ടിയുള്ളതാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മനുഷ്യജീവൻ ഉള്ളിടത്തോളം കാലം തന്നെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അത്യാവശ്യം എന്നുള്ളത് തന്നെയാണ് ഈ ഇൻഡസ്ട്രീനെ ഏറ്റവും നല്ലൊരു സെക്യൂർ ആയ ഒരു ഇൻഡസ്ട്രി എന്ന കാറ്റഗറിയിലേക്ക് മാറ്റി നിർത്തുന്നത്. ഇനി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ മാനേജ്മെന്റ് റോൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ സെക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വിങ് കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ഇന്ന് മാനേജ്മെന്റ് മേഖലയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് സെക്യൂർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി ആർക്കെല്ലാം പഠിക്കാൻ സാധിക്കും? ഒരു ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഡിഗ്രി ബോട്ടണി, ഡിഗ്രി സുവോളജി, PB ആയിക്കോട്ടെ, നിങ്ങൾ BCom ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മികച്ച ഓപ്ഷനാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിരവധി ജോബ് മേഖലയിലേക്കാണ് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി വച്ച് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസ് ഇന്ത്യയിലും വിദേശത്തും വിവിധ രാജ്യങ്ങളിൽ നിരവധി ഹോസ്പിറ്റൽ മേഖലകളിൽ തന്നെ പല റോഡുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ PR ആയിക്കോട്ടെ, ഗസ്റ്റ് റിലേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അങ്ങനെ നിരവധി ജോബ് മേഖലയിലാണ് വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എവിടെ നിന്ന് പഠിക്കണം? നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട 4 പ്രധാന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ സിലബസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് എന്താണോ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളത് ആ ഒരു സിലബസ് ആയിരിക്കണം നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നതിൽ പഠിക്കേണ്ടത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നത് NABH അക്രഡിറ്റേഷൻ എടുത്ത ഹോസ്പിറ്റൽസിന്റെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കാലത്തിനനുസരിച്ച് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നതിൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, അങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ ഇൻഡസ്ട്രിയിലെ അത്യാവശ്യമായ കാര്യങ്ങൾ ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇന്ന് പല കാൻഡിഡേറ്റ്സും ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണോ, അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോരം കരിയറിൽ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ ഞാൻ പഠിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം. നിങ്ങൾ ഓരോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി നൽകുന്നു എല്ലാ ക്ലാസ്സും ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ കാര്യങ്ങൾ ഓരോ ബാച്ചിലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഫാക്കൽറ്റിയുടെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഫാക്കൽറ്റീസ് കുറഞ്ഞത് 2 വർഷം എങ്കിലും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ഒരു സ്കിൽസ്, അറിവ് അവരുടെ ഫാക്കൽറ്റിയുടെ അടുത്ത് നിന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയിലെ ഫാക്കൽറ്റീസും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ 2 മുതൽ 10 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ്. മൂന്നാമതായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് അസിസ്റ്റൻസുമാണ്. നിങ്ങൾ ഓഫ്ലൈനായി പഠിച്ചാലും ഓൺലൈനായി പഠിച്ചാലും ഇന്റേൺഷിപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ റിയൽ ആയിട്ട് ഹോസ്പിറ്റലിൽ 3 മാസം എങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാനും നല്ലൊരു മികച്ച ജോലി സാധിക്കാനും ചെയ്യുള്ളൂ. ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയിലെ സ്റ്റുഡൻസിന് വേണ്ടി 6 മാസത്തെ കോഴ്സിന്റെ കൂടെ തന്നെ ഒരു 3 മാസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. അതുകൂടാതെ പ്ലേസ്മെന്റിന് വേണ്ടി ഒരു മികച്ച ട്രെയിനിങ്, മോക്ക് ഇന്റർവ്യൂ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ കാര്യം കോഴ്സ് ഫീസും സർട്ടിഫിക്കറ്റിന്റെ വാല്യൂമാണ്.
ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണെങ്കിൽ 15,000 to 14,000 വരെയാണ് ഫീസ് വരുന്നത്. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ 20,000 to 18,000 ഫീ ആണ് വരുന്നത്. ഇത് പല പാരൻസിനും അഫോർഡബിൾ അല്ലാതെ ആവുന്നുണ്ട്. പലരും ബുദ്ധിമുട്ടി കടം വാങ്ങിച്ചും ലോണും എടുത്താണ് ഈ ഒരു വലിയൊരു തുക കെട്ടുന്നത്. ഇത് മനസ്സിലാക്കി ഒരു ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് മാത്രം വാങ്ങിയാണ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നിന്നും അവർക്ക് ജോലി കിട്ടിയതിനു ശേഷം അവരുടെ ശമ്പളത്തിൽ നിന്നും ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ ഫീ ബാലൻസ് എമൗണ്ട് മേടിക്കുന്നത്. ഈ ഒരു എമൗണ്ട് മേടിക്കുന്നതിലൂടെ പാരൻസിന് അത് അത്രയും ബുദ്ധിമുട്ട് ആകുന്നില്ല. സ്റ്റുഡൻസിന് അതൊരു അഫോർഡബിൾ ആയിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാനും പറ്റുന്നുണ്ട് അവർക്ക്. ഇന്ന് പല ഇൻസ്റ്റിറ്റ്യൂട്ടും സർട്ടിഫിക്കറ്റിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ സ്റ്റുഡൻസിന്റെ സ്കിൽസ് വളരുന്ന മനോഭാവമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ കരിയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് കരിയർ തുടങ്ങാനായിട്ട് ഇതെല്ലാം നിങ്ങളുടെ കരിയറിന് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.